ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെ നിൽക്കാമെന്നില്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ ഈ രാമചന്ദ്രയിൽ ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നിൽക്കുവാണേ. ലച്ചൂട്ടിക്ക് വേണ്ടിയാണ് ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം. അപ്പോൾ അച്ഛനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി അതിനുശേഷം ഞാൻ ലച്ചൂട്ടിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും ചേച്ചിയും അമ്മയും ലച്ചൂട്ടിയും കൂടെ നമ്മൾ 4 ഗേൾസ് പവേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെയും ചേട്ടനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗേൾസ് പവർ കാണിക്കാനായിട്ട് ഗേൾസ് മാത്രമേ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഫ്രണ്ടിൽ ആഡ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനും ലച്ചൂട്ടിയും അമ്മയും ചേച്ചിയും കൂടി ഒരു ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുത്തു. അതിനുശേഷം എനിക്ക് കിട്ടിയത് ലച്ചൂട്ടിയാണ്, എന്നെ കിട്ടിയത് അമ്മയ്ക്കാണ്, അമ്മയെ കിട്ടിയ ചേച്ചിക്കാണ്, ചേച്ചിയെ കിട്ടിയത് ലച്ചൂട്ടിയാണ്. അപ്പോൾ ലച്ചൂട്ടിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ ഞാൻ വന്നത്. അപ്പോൾ ലച്ചൂട്ടിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ലച്ചൂട്ടിക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ലച്ചൂട്ടിക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെ ഞാൻ സമൂസയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സമൂസയും വെജ് കട്ട്ലറ്റുമാണ്. അപ്പോൾ ഞാൻ അത് രണ്ടും വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ലച്ചൂട്ടിക്ക് അത് കൊടുക്കുകയാണ്. ലച്ചൂട്ടി നല്ല ഇഷ്ടത്തോടെ അത് കഴിക്കുകയാണ്. മുഖം കണ്ടാൽ വളരെ ഇഷ്ടം തോന്നില്ല അല്ലേ. അവൾ എന്ത് ഫുഡ് കഴിച്ചാലും ഈ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ, എക്സെപ്റ്റ് മഞ്ച്. അപ്പോൾ മഞ്ച് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാണ് ലച്ചൂട്ടിയുടെ ഗിഫ്റ്റ്. നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈം വന്നിരിക്കുകയാണ്. ചേച്ചി അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഗിഫ്റ്റ് എല്ലാം കൈമാറുന്നതാണ്. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ ടീച്ചേഴ്സാണ്, നിങ്ങൾക്ക് അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ ടീച്ചേഴ്സാണ്. ടീച്ചിങ് എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് പിള്ളേർക്ക് 10 മിനിറ്റ് ബ്രേക്ക് കൊടുത്ത് നമ്മുടെ ഈ കലാപരിപാടികൾ നടത്തുന്നത്. അപ്പോൾ ലച്ചൂട്ടിയുടെ അമ്മയായ മാളു ചേച്ചിക്കുള്ള ഗിഫ്റ്റും കൊണ്ട് നടന്നു വരികയാണ്. എന്ത് ക്യൂട്ടല്ലേ. ആൾക്കത് പൊക്കി എടുക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഇല്ല, എന്നാലും കൊണ്ടുവരുന്നുണ്ടല്ലേ. അമ്മ ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ ഉള്ള കയ്യടിയാണ് നിങ്ങൾ കാണുന്നു. ഭയങ്കര സന്തോഷം, ചിരി അടിയില്ലേ. അയ്യോ അടിപൊളി ക്യൂട്ടല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ലച്ചൂട്ടിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതും ആൾ വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചാണ് വാങ്ങുന്നത്. അപ്പോൾ ലച്ചൂട്ടിയുടെ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ അൺബോക്സിങ് ചെയ്യാൻ നിങ്ങൾ കാത്തിരിക്കുമായിരിക്കും അല്ലേ. നിങ്ങൾ മാത്രമല്ല, എൻ്റെ വീട്ടിൽ എല്ലാവരും ആ ടൈമിൽ കാത്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ ആ ഗിഫ്റ്റൊക്കെ വാങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ലച്ചൂട്ടി ആ ഗിഫ്റ്റ് ഇതുവരെ കയ്യിൽ നിന്ന് കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ താരമായ എനിക്ക് വേണ്ടി അമ്മ ഗിഫ്റ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ആ ഗിഫ്റ്റ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് അങ്ങനെ എന്തായിരിക്കും എന്നാൽ ഞാൻ ചിരിച്ച് കാണിക്കുന്നത്. ഇത് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഞാൻ അത്രയും സർപ്രൈസ്ഡ് ആയതുകൊണ്ടാണ്. അതിനുശേഷം മാളു ചേച്ചി അമ്മ കൊടുത്ത ഗിഫ്റ്റ് തുറന്ന് നോക്കുകയാണ് എന്താണെന്ന്. ആൾ വളരെ എക്സൈറ്റഡ് ആണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ് എക്സെപ്റ്റ് അമ്മ. കാരണം അമ്മ വാങ്ങിച്ചത് കൊണ്ട് അമ്മയ്ക്കറിയാം, വേറെ ആർക്കും അറിയില്ല അതിനകത്ത് എന്താണ്. നമ്മൾ ഫുൾ സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകുന്ന രീതിയിൽ ഞാൻ പോയിട്ട് ക്ലാസ്സിൽ പോയി തിരിച്ച് വന്നപ്പോൾ ഞാൻ ഗിഫ്റ്റ് മേടിച്ചു. എന്നെ ചേച്ചി ഓൺലൈനായിട്ട് ആരോടും പറയായിട്ട് കള്ളത്തരമല്ല എന്താ പറയുക, സർപ്രൈസായിട്ടാണ്. അതുപോലെ തന്നെ അമ്മയും കള്ളത്തരമല്ല അതും സർപ്രൈസായിട്ട് അമ്മ ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ചേച്ചിക്ക് ഈ ഒരു ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയിലാണ്. ചേച്ചിയുടെ ഡ്രസ്സും മാലയും ചെയിനുമാണ് ചേച്ചി കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ചേച്ചിക്കുള്ള ഗിഫ്റ്റ്. നെക്സ്റ്റ് വന്നത് ഞാൻ ലച്ചൂട്ടിക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ ലച്ചൂട്ടിക്ക് കൊടുത്ത ഗിഫ്റ്റ് ലച്ചൂട്ടിക്ക് അൺബോക്സ് ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കണ്ടതിന് ശേഷം ലച്ചൂട്ടി ഭയങ്കര ഹാപ്പിയാട്ടോ. ആ ഗിഫ്റ്റ് കയ്യിൽ നിന്ന് വിടത്തില്ല, അങ്ങനെ ആ ഗിഫ്റ്റ് പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു. ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ലച്ചൂട്ടിക്ക് വാങ്ങി കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ആദ്യം ലച്ചൂട്ടിയുടെ ക്യൂട്ട്നെസ് ഒന്ന് കാണിച്ച് തീർത്തോട്ടെ. അപ്പോൾ ഇതാണ് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് ഞാൻ രാമചന്ദ്രയിൽ നിന്നുമാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ഫ്രെയിംസൊക്കെ നല്ല എന്താ പറയുക, നല്ല റേറ്റ് കുറവിനും റേറ്റ് കൂടുതലിനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രെയിംസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രാമചന്ദ്രയിൽ പോയാൽ മതി. നിങ്ങൾ അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്ര ആണെങ്കിൽ ഈസ്റ്റ് ഫോർട്ടുള്ള രാമചന്ദ്രയിൽ പോയാൽ മതി. നിങ്ങൾക്ക് ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെ ചെയ്യാം. ലച്ചൂട്ടി വളരെയധികം ഹാപ്പിയിലാണ്. ഇത് ഞാനല്ലേ എന്ന നോട്ടത്തോടെയാണ് ആ കുട്ടി അത് നോക്കുന്നത്. എന്താ പറയുക, എന്ത് രസമല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ചേച്ചി അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. അമ്മ ഇപ്പം തന്നെ അതെനിക്ക് ഇട്ട് നോക്കണം എന്നുള്ള രീതിയിൽ അത് ഇട്ട് നോക്കാനായിട്ട് പോവുകയാണ്. അമ്മ ഇടാനായിട്ട് ലച്ചൂട്ടി സമ്മതിക്കുന്നില്ല. അവസാനം അമ്മ കുറച്ച് അവളുടെ വാശിക്കൊക്കെ ഒത്തു നിന്ന് കൊടുത്തതിന് ശേഷം അമ്മ ഇടുകയാണ്. അമ്മ ഇടുമ്പോൾ അവൾ നോക്കുകയാണ്, എനിക്കില്ല എന്ന രീതിയിൽ ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ നിനക്കും ഉണ്ട് പറഞ്ഞിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് ആൾ വളരെ ഹാപ്പി ആയത്. അപ്പോൾ ചേച്ചി ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് അടുത്ത വീഡിയോയിലെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കാം. ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെന്താ അടുത്ത അൺബോക്സിങ് എൻ്റെതാണല്ലേ, എൻ്റെ അൺബോക്സിങ് ഉണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അൺബോക്സിങ്ങിൽ എന്തായിരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കണ്ണ് ഫുള്ളും
ചേച്ചി നിൽക്കുന്നതിൻ്റെ താഴെ ഇരിക്കുന്ന ആ ഒരു ബോക്സിലാണ് കേട്ടോ. കാരണം ആ ബോക്സിലാണ് എൻ്റെ ഗിഫ്റ്റ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയാൽ മതിയായിരുന്നു എന്നേ എനിക്കുള്ളൂ. ഞാനാണ് ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ചേച്ചി ഞാൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ചേച്ചി, അപ്പം നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് വെച്ചിട്ട് ഞാൻ എടുക്കുമ്പോൾ ചേച്ചി ഞാൻ ഇത് ഗിഫ്റ്റ് എടുക്കുമ്പോൾ ചേച്ചി വീഡിയോ എടുക്കും, ചേച്ചി ഗിഫ്റ്റ് എടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ നമ്മളൊരു ബോണ്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഇതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്താ പറയുക, ചില ആൾക്കാർ ക്രിഞ്ച് എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമായത്. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ ഒരു കുട്ടി ഡെയിലി ഈ സാധനം വെച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അന്നൊക്കെ ഡാൻസിൽ പോകുന്ന പിള്ളേരെ ഇത് വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അമ്മ ഇന്ന് എനിക്കിത് വാങ്ങി തന്നു. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിലും ഇന്ന് ഇതെനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ്, വളരെ 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 ഹാപ്പിയാണ്. പിന്നെ അമ്മ ഇത് എനിക്ക് ലിപ്സ്റ്റിക്കാണ് വാങ്ങി തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുന്ന വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. വളരെ നല്ല ലിപ്സ്റ്റിക്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് വാട്ടർ പ്രൂഫാണ്, നോൺ ട്രാൻസ്പെറൻറ്റ് മാറ്റർ ലിപ്സ്റ്റിക്കാണ്. ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽസിലുള്ള 24 hours നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഫോമുല ആയിട്ടുള്ള സർട്ടിഫൈഡ് സേഫ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇൻസൈറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അതുമാത്രം ലിപ്സ്റ്റിക്കിൻ്റെ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നു അല്ലേ, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അതെനിക്ക് കിട്ടിയ ഗിഫ്റ്റ്, ഡ്രസ്സും അടിപൊളി ഗിഫ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ടോപ്പും ആ ഒരു ഷോളും ആ ഒരു പാൻറ്റും എന്താ പറയുക, അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സായിരുന്നു. പിന്നെ ഈ ലച്ചുട്ടിക്ക് എനിക്ക് കിട്ടിയ ആ ഒരു ബോയല്ല, എന്താ പറയുക, ആ ഒരു പൂവൊക്കെ തലയിൽ വെച്ച് കൊടുത്ത് ലിച്ചുട്ടി ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും വീഡിയോഗ്രാഫിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ വളരെയധികം ഹാപ്പി ആയിരുന്നു, നല്ലൊരു ദിവസം തന്നെയായിരുന്നു. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ വളരെയധികം ഹാപ്പിയിലാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇത്രയും സാധനങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. നമ്മൾ ജസ്റ്റ് വീട്ടിൽ ചുമ്മാ ഒരു കളിക്ക് നമ്മൾ ഒരു ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടു, പ്രതീക്ഷിച്ചിട്ടില്ല. ലൈഫിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഫാമിലിയിൽ ഇടുന്ന, സ്കൂളിലും കോളേജിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ഫാമിലിയിൽ ഇടുന്നത്. സോ ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ അടുത്ത പ്രാവശ്യം എൻ്റെ ചേട്ടനെയും അച്ഛനും എല്ലാവരും ഉൾപ്പെടുത്തണം. ഇപ്പം നമ്മൾ ജസ്റ്റ് കളിക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര പേരിൽ ഒതുങ്ങി. ഇനി അടുത്ത പ്രാവശ്യം അച്ഛനും ചേട്ടനും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും, ഈ വീട്ടിൽ ചേച്ചിയും നമ്മളെല്ലാവരും, ചേച്ചി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്നിട്ട് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ഫ്രണ്ട് എന്തായാലും ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.